ലെറ്റ്സ് വെൽക്കം ടു ഷിപ്നോവ. പറഞ്ഞ പോലെ തന്നെ 3 സ്റ്റൈൽസ് ആണ് നമ്മളിവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ് സെക്കൻഡ് സ്റ്റൈൽ ഇതാണ്, തേർഡ് സ്റ്റൈലും ഇതാണ്. ഇതേപോലത്തെ എഡിറ്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ ക്ലയൻസിന് വേണ്ടത്. ബട്ട് ഇതേപോലെയുള്ള എഡിറ്റ്സ് നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതിന്റെ കംപ്ലീറ്റ് ബിഗിനിയർ ടു അഡ്വാൻസ്ഡ് ചെറിയൊരു മിനി കോഴ്സ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 299 റുപ്പീസ് ഉള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് മോഷൻ ഗ്രാഫിക്സ്, ഡോക്യുമെന്ററി സ്റ്റൈല്, സിനിമാറ്റിക് സ്റ്റൈല് ഇതും കൊണ്ടാണ്ട് ഒരു ക്ലയന്റിന്റെ വർക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യുന്നുണ്ട്. ലെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ 9:60 എന്ന് പറഞ്ഞ റേഷ്യോ ആൻഡ് റെസൊല്യൂഷൻ നിങ്ങൾക്ക് 1080p കൊടുക്കാം. ഫ്രെയിം റേറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കാം, 13 or 16 FPS. ദെൻ ഈ ഒരു വീഡിയോൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് തൊട്ടടിയിലേക്കാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫസ്റ്റ് ആ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലസ് ബട്ടൺ, ഏറ്റവും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഓക്കെ, അത് ഏറ്റവും മേളിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ദെൻ കളറിൽ പോയിട്ട് ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളർ സെലക്ട് ചെയ്യുക. ആൻഡ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒപ്പാസിറ്റി എന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലാപ്ടോപ്പ് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന പോലെ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നടുവിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, കീ ഫ്രെയിം നമുക്ക് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീ ഫ്രെയിം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ആ ലാപ്ടോപ്പ് ഒന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് പ്ലസ് ബട്ടൺ പോയിട്ട് മീഡിയാസിൽ പോയിട്ട് ആ ലാപ്ടോപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലുള്ള ബാക്ക്ഗ്രൗണ്ടിലത്തെ ആ ബ്ലാക്ക് കളർ എനിക്ക് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമേജിൻ്റെ എഫക്റ്റിൽ പോയി ഞാൻ ആഡ് എഫക്ട്സിൽ പോയതിന് ശേഷം ഞാൻ മാറ്റ് ആൻഡ് മാസ്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം അവിടെ ക്രോമ കീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രീൻ കളർ മാറ്റിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്കി കൊടുത്തു. ദെൻ അതിലുള്ള കളർ ഫുൾ റിമൂവ് ആയിട്ടുണ്ട്. ദെൻ എനിക്ക് സൈസിനനുസരിച്ച് എത്ര സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ഇവിടെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇത് ഫുള്ളാക്കി കൊടുക്കുക. ദെൻ അതിന് ശേഷം ഈ ഒരു ഭാഗം എത്തണ വരെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ടെക്സ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിനെക്കാട്ടും മുന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇമേജും കൂടി ഉണ്ട്. സോ അതും അപ്ലൈ ചെയ്യാം. നമുക്ക് ജസ്റ്റ് പ്ലസ് ബട്ടണിൽ പോവുക, ഇമേജിൽ പോയിട്ട് ഞാൻ ഈ ഒരു ഇമേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റിങ്ങിൽ പോയിട്ട് ലൈറ്റും തന്നെ കൊടുക്കുക. ലൈറ്റിങ്ങിൽ പോയിട്ട് ലൈറ്റും തന്നെ കൊടുക്കുക. ഓക്കെ, ദെൻ അത് ലാപ്ടോപ്പിൽ കിട്ടുന്ന പോലെയുള്ള ഒരു സൈസിലാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത ഇമേജിൻ്റെ ലെയർ എടുക്കുക. ദെൻ അതിൻ്റെ എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ബ്ലറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ദെൻ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ചിട്ട് ഒരു 0.0 ഓക്കെ ഈ ഒരു സംതിങ് കൊടുക്കുക. ദെൻ ജസ്റ്റ് ബാക്ക് അടിക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ഭാഗത്തുമ്പോഴാണ് അത് വരുന്നത്. സോ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ദെൻ അതിൻ്റെ ബ്ലെൻഡിങ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫുൾ 0 ആക്കി കൊടുക്കുക. ദെൻ അത് നമുക്കത് സിമ്പിളായിട്ട് വരണം കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം, ഓൺലൈൻ ബിസിനസ് ഉള്ളത്. സോ അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇടയിലായിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഓൺലൈൻ ബിസിനസ്സിന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ആൻഡ് ജസ്റ്റ് സെൻറ്ററിൽ അലൈൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ അതിന് കറക്റ്റ് പാകാവുന്ന രീതിയിൽ അത് സെറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു ലാസ്റ്റ് പോർഷൻ വരെ മതി. ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ ഒരു സെറ്റിങ്സ് നിൽക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമുക്കിവിടെ ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആൻഡ് എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക. ദെൻ ഏറ്റവും അടിയിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് കാണാൻ പറ്റും, അതിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ട്രാൻസ്ഫോമിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിങ്സ് കാണാൻ പറ്റും. അതിൻ്റെ ലെറ്റർ എന്ന് മാറ്റിയിട്ട് ഓക്കെ ലെറ്റർ എന്നുള്ള ലെറ്ററിനെ കടന്നോട്ടെ. ദെൻ അതിൻ്റെ ഓഫ്സെറ്റിൻ്റെ എക്സ് ആൻഡ് വൈ വാല്യൂ ഉണ്ട്. അതിൻ്റെ വൈ വാല്യൂ എന്ന് പറയുന്നത്
ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഒരു 15 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ അടിയിലേക്ക് വരിക. ആൻഡ് ഇതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് ഫുൾ -1 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ഒന്നുകൂടെ അടിയിലേക്ക് വരിക. അതിൻ്റെ ഇൻ്റർപോളേഷൻ ആൻഡ് ഈസിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. അതിൻ്റെ ഈസിങ് എന്ന് പറയുന്നത് ഫുള്ളാക്കി 100 ആക്കി കൊടുക്കുക. ഒന്നുകൂടെ അടിയിൽ വരിക. ആൻഡ് അവിടെ ഓവർലാപ്പ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂ ഫുൾ 1000 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ എഗൈൻ 8 മേളിലേക്ക് വരിക. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിൽക്കുക. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ടിൽ പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേനും ലാസ്റ്റ് പോയിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇത് ഇവിടെ പോയാലാണ് നമുക്ക് ഗ്രാഫ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് മേളിക്കാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അത് കൂട്ടുന്നില്ല. ജസ്റ്റ് എനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ട്രോക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് നമ്മുടെ റെഫറൻസ് വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി എല്ലാത്തിനും ഇനി മൂവ്മെൻറ്റ് കൊണ്ടുവരണം. ഓക്കെ, ഇത് അടിയിൽ നിന്ന് മേളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് ദെൻ ജസ്റ്റ് ഒന്ന് സൂം ഇന്നായിട്ട് വരുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റ് ആൻഡ് എലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നള്ളെന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ആൻഡ് ആ നള്ളെന്ന് പറയുന്നുള്ള ലെയർ ലാസ്റ്റ് വരെ സെറ്റാക്കി വലിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്ത ഈ 4 ലെയറും ഈ 3 ലെയറും ബാക്ക്ഗ്രൗണ്ട് കൂട്ടണ്ട, ബാക്കിയുള്ള 3 ലെയറും ഓക്കെ, ഫസ്റ്റ് ഒരു ലാപ്ടോപ്പിൻ്റെയും ആൻഡ് ഒരു എർത്തിൻ്റെ ഒരു PNGയും ആൻഡ് ആ ഒരു ടെക്സ്റ്റും, ആ 3 ലെയർ നമ്മൾ ഈ നള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലാപ്ടോപ്പിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക. ദെൻ ഏറ്റവും ടോപ്പിൽ ഡിലീറ്റിൻ്റെ ആ ഒരു ബട്ടൻ്റെ തൊട്ട് പുറത്തായിട്ട് ഒരു പാരൻറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. ആൻഡ് അതിൻ്റെ അവിടെ നമ്മൾ ആഡ് ചെയ്ത നള്ള് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലേക്ക് പാരൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് ഏത് ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു എർത്തിൻ്റെ ആ ഒരു ഗ്ലോബൽ ആ ഒരു PNG. ഓക്കെ, ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ എഗൈൻ ആ മേളിലുള്ള പാരൻറ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ പോവുക. അത് നള്ള് 1ലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ടെക്സ്റ്റും സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. അതും നള്ള് 1ലേക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ നള്ളൊന്ന് സെലക്ട് ചെയ്യുക. ആൻഡ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി നമുക്ക് എല്ലാം മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നള്ള് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. ഓക്കെ, അതിന് നടുവിൽ നമ്മളൊരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ദെൻ റൊട്ടേഷൻ്റെ അവിടെയും പോയിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ റൊട്ടേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു -14 ആക്കി കൊടുക്കുക. ഓക്കെ, -14 ആക്കി കൊടുക്കുക. ദെൻ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഈ ഏറ്റവും അടിയിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ഏറ്റവും അടിയിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫസ്റ്റിലോട്ട് വലിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ റൊട്ടേഷൻ്റെ അതിലും പോയിട്ടും ആ കീ ഫ്രെയിം ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഫസ്റ്റിലോട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രാഫ് ഇവിടെ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഗ്രാഫിൻ്റെ സെറ്റിങ്സിൽ പോവുക. ഈ ഗ്രാഫ് അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ടും ഈ ഒരു ഗ്രാഫിന് നിങ്ങൾ അവിടെയും അപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം പിന്നെയും നള്ള് 1 തന്നെ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇസ്കേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് ആ ബീറ്റ് മാർക്കിൻ്റെ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് സൂം ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു കൊടുക്കുക. ഓക്കെ, ദെൻ അവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഒരു ഗ്രാഫിന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഇതിന് ഗ്ലോ എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇമേജ് സെലക്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്ട്സിൽ പോവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കളർ ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം തൊട്ടടിയിലായിട്ട് നിങ്ങൾക്ക് അവിടെ സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോവുക. ആൻഡ് ആ സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സിൽ പോയതിന് ശേഷം ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, ആൻഡ് തൊട്ടടിയിൽ വന്നതിന് ശേഷം കളർ എന്ന് പറയുന്നത് ഇവിടെ കളർ ചേഞ്ച് ആക്കിയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ തൊട്ടടിയിൽ വരിക. ഔട്ടർ ഗ്ലോ എന്ന് പറയുന്നത് ഒരു 13 or 35 ആക്കി കൊടുക്കുക. 0 ആണ് കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു 35 ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ജസ്റ്റ് ബാക്ക് അടിക്കുക. എന്നിട്ട് ആ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് കോപ്പി എഫക്റ്റിന് കാണാൻ പറ്റും. അതും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എർത്തിൻ്റെ അതിൽ കൊടുക്കണമെന്നില്ല. നമ്മുടെ ആ ടെക്സ്റ്റിൻ്റെ ഇതിൽ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു നമ്മുടെ റെഫറൻസ് വീഡിയോ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് കണ്ടുനോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിലുള്ള എക്സ്പോർട്ടിൻ്റെ ആ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്യുക. എൻ്റെ ഏറ്റവും അടിയിലുള്ള എക്സ്പോർട്ടിൻ്റെ ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ഈ ഒരു പോർഷൻ കൂടി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റെഫറൻസ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചെറുതാക്കി അതിൻ്റെ സ്ട്രോക്ക് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് ആക്കി കൊടുത്തിട്ട് ഇപ്പോൾ അടിയിലേക്ക് ജസ്റ്റ് ആക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പ്ലസ് ബട്ടണിൽ പോവുക. ആൻഡ് അഗെയിൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, റെക്ടാങ്കിൾ പോവുക. ആൻഡ് അത് നമ്മൾ ഫിൽ കോമ്പോസിഷൻ ഏരിയയ്ക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിയും ജസ്റ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഒരു സർക്കിളാണ്. സോ അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടണിൽ പോവുക. ആൻഡ് അവിടെ നമുക്ക് സർക്കിളിൻ്റെ ഒരു ഷേപ്പ് ലെയർ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ആൻഡ് അതിന് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സ്കെയിൽ പോയിട്ട് അത് വലുതാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഭാഗം വരെ നമുക്കൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, എനിക്ക് ഇത്രയും മതി. ദെൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് ആ ഒരു സർക്കിൾ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ബോർഡർ ആൻഡ് ഷേഡോ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് കാണാൻ പറ്റും. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അതിനായിട്ട് മുന്നായിട്ട് ജസ്റ്റ് കളർ ആൻഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവുക. എന്നിട്ട് അവിടെ നമുക്ക് ഈ ബക്കറ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഡിസേബിൾഡ് ബട്ടൺ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ദെൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബോർഡർ ആൻഡ് ഷേഡോ എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ട്രോക്കിൻ്റെ അവിടെ അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബട്ടൺ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ദെൻ അവിടെ ഒരു വൈറ്റ് ലെയർ നമുക്ക് വന്നായിട്ട് കാണാൻ പറ്റും, വൈറ്റ് സ്ട്രോക്ക്. ദെൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് നമുക്കിനി അടുത്ത് ഒരു PNG ഹൗസിൻ്റെ ഒരു PNG കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള PNG നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഹൗസിൻ്റെ PNG അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷേപ്പ് ലെയറിൻ്റെ അവിടെ തന്നെ പോയിട്ട് ഹൗസിൻ്റെ ഒരു ലെയർ ഒരു PNG സെലക്ട് ചെയ്യുകയാണ്. ഇതിന് ജസ്റ്റ് അതിൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള സൈസ് ഞാൻ ചെറുതാക്കി കൊടുത്തതിന് ശേഷം ആ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കളർ എന്നൊക്കെയും ചേഞ്ച് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കളർ ആൻഡ് ഓപ്ഷനിൽ പോയി ദെൻ ഞാൻ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു കളർ ഞാൻ അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബ്ലൂ ആക്കി കൊടുക്കാം. ഓക്കെ, എനിക്കിഷ്ടമുള്ള കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് ലെയർ തന്നെ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ ബോർഡർ ആൻഡ് ഷേഡോയിൽ പോവുക. ജസ്റ്റ് ആ സ്ട്രോക്കിൻ്റെ കളറൊന്ന് മാറ്റിയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക ഈ വാല്യൂ. ഓക്കെ, ഇത് 3 or 2 ആക്കി കൊടുക്കുക. ഓക്കെ, 2 ആക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ ജസ്റ്റ് ആ ഷേപ്പ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. എന്നിട്ട് സ്കെയിലിൻ്റെ ഓപ്ഷനിൽ പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ ലാസ്റ്റും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഇത്രയാക്കി കൊടുത്താൽ മതി. ദെൻ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടണിൽ പോവുക. ആൻഡ് അവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ പോയിട്ട് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഏറ്റവും മുകളിൽ പോയിട്ട് അലൈൻ സെൻറ്ററാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ റോബർട്ട് ആൻഡ് റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സെക്ഷനിൽ പോയതിന് ശേഷം അവിടെ ഞാൻ ഫോണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സൈസ് എനിക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്ക് ഫോണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഈ ഒരു ഇഷ്ടമുള്ള ഫോണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഈ ഒരു ഫോണ്ട് മതി. ഓക്കെ, ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡ്രോപ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ എഫക്ട്സിൽ പോവുക, ഏഡ് എഫക്ട്സിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ ട്രാൻസ്ഫോമിൽ പോയതിന് ശേഷം ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ലെറ്റർ എന്ന് മാറ്റിയിട്ട് നിങ്ങൾ വേർഡാക്കി കൊടുക്കുക. എന്നിട്ട് ഓഫ്സെറ്റിൻ്റെ അവിടെ 0 എന്ന് മാറ്റിയിട്ട് ഒരു 15 ആക്കി കൊടുക്കുക. ഓക്കെ,
അതിനുശേഷം ഏറ്റവും അടിയിലേക്ക് വന്നിട്ട് ആൽഫ എന്ന് പറയുന്നത് ഫുള്ള് -1 ആക്കി കൊടുക്കുക. ഇൻ്റർപോളേഷൻ ഈസിങ് ഫുൾ 100 ആക്കി കൊടുക്കുക. ഓവർലാപ്പ് ഫുൾ 1000 ആക്കി കൊടുക്കുക. ദെൻ ഏറ്റവും ടോപ്പിലേക്ക് വരിക, എന്നിട്ട് റേഞ്ച് ഓപ്ഷൻ പോവുക, സ്റ്റാർട്ട് പോവുക, ആൻഡ് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ആൻഡ് ലാസ്റ്റും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് കീ ഫ്രെയിം നമുക്ക് കറക്റ്റായിട്ടെല്ലാം കിട്ടുന്ന പോലെ. എന്നിട്ട് ഈ ഒരു ഗ്രാഫ് നിങ്ങളവിടെ അപ്ലൈ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ നമുക്ക് നമ്മുടെ റെഫറൻസ് വീഡിയോ ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിവിടെ നമ്മൾ നേരത്തെ ചെയ്ത പറഞ്ഞ ഗ്ലോ എഫക്റ്റ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കിളിൻ്റെ അവിടെ പോയിട്ട് ആദ്യൊരു ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സർക്കിൾ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോയതിന് ശേഷം ജസ്റ്റ് നമ്മൾ സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് അതിൻ്റെ ഡിഫ്യൂഷൻ ഫുള്ളാക്കി കൊടുക്കുക. ആൻഡ് കളറിൽ പോയിട്ട് കളർ വൈറ്റ് ആക്കി കൊടുക്കുക. ആൻഡ് ഔട്ടർ ഗ്ലോ എന്ന് പറഞ്ഞാൽ 13 or 35 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ആ സോഫ്റ്റ് ഗ്ലോ എന്ന് പറയുന്ന ആ എഫക്റ്റ് കോപ്പി എഫക്റ്റ് കൊടുക്കുക. ദെൻ അത് നമ്മുടെ ഹൗസിൽ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ തന്നെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാൻ ആ റെഫറൻസ് വീഡിയോ ജസ്റ്റ് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ സ്ട്രോക്ക് ഞാൻ വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്ലസ് ബട്ടണിൽ പോയിട്ട് നമ്മുടെ റെക്ടാങ്കിൾ ആഡ് ചെയ്യുക. എൻ്റെ ഏറ്റവും ടോപ്പിലാണെന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. എൻ്റെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ബ്ലാക്ക് കളർ കൊടുത്തു. ജസ്റ്റ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് അതിൻ്റെ വാല്യൂ 15 ആക്കി കൊടുത്തു. ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് താഴ്ത്തിക്കാക്കി വയ്ക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ വരെ മതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൈനയുടെ ആ ഒരു PNG നമുക്കിവിടെ കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ചൈനയുടെ ആ ഒരു PNG നമുക്കിവിടെ ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ചൈനയുടെ PNG ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സൈസിനനുസരിച്ച് നിങ്ങൾക്ക് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അത് ഈ ഒരു ഭാഗം വരെ മതി. ഓക്കെ, അത് ഞാൻ അതിനനുസരിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് പ്ലസ് ബട്ടണിൽ പോവുക. ഓക്കെ, പ്ലസ് ബട്ടണിൽ പോകണക്കാട്ട് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ജസ്റ്റ് ഞാനിവിടെ നമ്മുടെ റെഫറൻസ് വീഡിയോ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പ്ലസ് ബട്ടണിൽ പോവുക. ജസ്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് ആൻഡ് എലമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ദെൻ അവിടെ നമുക്ക് ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ ഒരു ഐക്കൺ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ക്യാമറയുടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിപ്പോൾ വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. സോ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഗ്രീൻ കളറായിട്ട് അത് ഓൺ ആയിട്ടുണ്ടാവും. ദെൻ അഗൈൻ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് വയ്ക്കുക. ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാമറയുടെ ഈ നടിയിൽ വന്നിട്ട് ഒരു ബീറ്റ് മാർക്ക് നമുക്ക് ഇവിടെ ഒരു സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, മുകളിലേക്ക് ആക്കിയിട്ട് ആ ഒരു ചൈനനെ കാണാത്ത സ്ഥിതിയിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, മുകളിലേക്ക് ആക്കി കൊടുക്കുക. ദെൻ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ജസ്റ്റ് പ്ലസ് ബട്ടണിൽ പോയിട്ട് നമ്മുടെ ഇമേജ് നമ്മളൊന്ന് ആഡ് ചെയ്യുക. നമ്മുടെ ഇന്ത്യയുടെ PNG നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ നമുക്ക് കിട്ടുന്ന പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അടിയിൽ നമ്മൾ ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ലെയർ ഇല്ലേ, അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് വലുതാക്കി കൊടുക്കുക. ഓക്കെ, സൂം ചെയ്ത് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ പടം നമുക്ക് ജസ്റ്റ് ഈ ബീറ്റ് മാർക്കിൻ്റെ അവിടം വരെ നമുക്കൊന്ന് ഫുള്ളാക്കി കൊടുക്കാം. സോറി, ബീറ്റ് മാർക്കല്ല, ഈ ഒരു ഇമേജ് ഈ ഒരു ഭാഗം ഫുള്ള് നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. ഇതിന് അടുത്തത് ഈ ഒരു ഭാഗം വരെ അത് ബാക്കിയുള്ളത് ഫുള്ള് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ക്യാമറയുടെ ഓപ്ഷനിൽ തന്നെ പോവുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. എന്നിട്ട് നമ്മൾ ആ ആഡ് ചെയ്ത കീ ഫ്രെയിം ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റിലോട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് അവിടെ അപ്ലൈ ചെയ്യാം. എഗെയിൻ നമ്മൾ ഫസ്റ്റേക്ക് വരിക. ആൻഡ് അവിടെ പോയിട്ട് നമുക്കിവിടെ X ആൻഡ് Y എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ Z എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്യുക.
എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വലിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പടം കാണുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒന്ന് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് തന്നെ അവിടെയും നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്കൊരു ആരോ മാർക്കും കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബീറ്റ് മാർക്കിൻ്റെ അങ്ങോട്ട് വരിക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡായിട്ട് വെക്ടർ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ കുറേ നീക്കാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൈനയുടെ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. കീ ഫ്രെയിം അല്ല, ഏറ്റവും ലെഫ്റ്റിൽ ഏറ്റവും സൈഡിലായിട്ട് ഏറ്റവും അടിയിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാൻ അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ പടം കാണുന്ന ഒരു സമയം വരെ നമ്മൾ ആ ഒരു ഭാഗത്ത് പോയിട്ടും ഒരു പ്ലസ് ബട്ടൺ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. പിന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കളർ ആൻഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവുക. ആൻഡ് ഇവിടെ നമുക്ക് ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ദെൻ ജസ്റ്റ് ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ പോവുക. ആൻഡ് അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് മാറ്റിയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഏറ്റവും എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഇഷ്ടം പോലെ നമുക്ക് എറോ മാർക്സ് കാണാൻ പറ്റും. ഞാൻ ഒരു എറോ മാർക്ക് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടൊരു 500 ഒരു ആയിട്ട് സംതിങ് ആക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് അടിക്കുക. ഇനി നമുക്കിത് വളഞ്ഞിട്ടൊരു കറക്റ്റ് കർവായിട്ട് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് ഇതൊരു കറക്റ്റ് ഒരു ആംഗിൾ പോലെയാണ് നിൽക്കുന്നത്. സോ അത് കർവായി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് ആൻഡ് പോയിൻറ്റ്സിൽ വരിക. ഇതിന് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതെല്ലാം, ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് അവിടെ ഒരു പച്ച കളറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അത് വളഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇനി ബാക്ക് അടിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ വരെ നമ്മൾ ബാക്കിയുള്ള ഷേപ്പ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് കളയുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഷേപ്പ് വണ്ണ് നമ്മൾ എടുത്ത ഷേപ്പ് വണ്ണെന്ന് സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക. അതിനുശേഷം ജസ്റ്റ് ഡ്രോയിങ് ആൻഡ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ പോവുക. അതിൽ നിങ്ങൾക്ക് ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, എഫക്റ്റ് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എൻഡിൽ പോയിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആൻഡ് ഫസ്റ്റിലും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫുൾ 0 ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫിനെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗ്ലോ എഫക്റ്റ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചൈനയിൽ പോവുക, PNGയിൽ പോവുക, എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോയിട്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആ ഒരു സോഫ്റ്റ് ഗ്ലോൻ്റെ എഫക്റ്റ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുതന്നെ നമ്മൾ ഇന്ത്യയിൽ നമ്മളത് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ആ ഒരു ലൈനിലും നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ ആൻഡ് ഷാഡോയിൽ പോവുക. എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഫുൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് മുന്നേറ്റ് നമ്മുടെ ക്യാമറ 1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്ട്സിൽ പോവുക. എന്നിട്ട് അവിടെ നമുക്ക് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള അനദർ എഫക്റ്റ് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ആൻഡ് അതിൻ്റെ വാല്യൂ 1 ആണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് കുറച്ച് കൊടുത്തിട്ട് 0.6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ പോവുക. ആൻഡ് ജസ്റ്റ് ഏറ്റവും അടിയിലുള്ള എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എലൈറ്റ് മോഷൻ്റെ ഒരു ചെറിയ മിനി കോഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഒരു 299 റുപ്പീസ് ഉണ്ടാവുള്ളൂ. സോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഒരു കോഴ്സ് ഞാൻ അവിടെ ഇറക്കിയത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് A to Z എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയും കൊടുക്കുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടും പറ്റും. ഓക്കെ, സോ അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് വരാം. So bye.